ഇന്ത്യൻ നേവി ലോകത്തിലെ മറ്റ് മികച്ച രാജ്യങ്ങളുടെ നേവിയോട് കിടപിടിക്കുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ നാവികസേനയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നിലവിൽ ലോക രാജ്യങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് കരസേനയുടെയും വ്യോമസേനയുടെയും പ്രകടനങ്ങളും ആക്രമണ ശൈലിയും ഒക്കെ ലോകം കൃത്യമായിട്ട് കണ്ടു. പക്ഷേ നാവികസേനയുടെ ആക്രമണ ശൈലി കണ്ടില്ല. നമ്മൾ പൂർണ്ണമായും സജ്ജരായിരുന്നുവെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ ഏതാണ്ട് കുറഞ്ഞ മണിക്കൂറുകളിനുള്ളിൽ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ പിന്നീട് നാവികസേനയെ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തിയില്ല. ഇവിടെ ഇപ്പോൾ അന്തർവാഹിനികളുടെ അന്തകനായിട്ട് നമ്മൾ ഒരു യുദ്ധക്കപ്പലിനെ അവതരിപ്പിക്കുകയാണ്. കാരണം ഓരോ രാജ്യങ്ങളുടെയും കടലിലെ ശക്തി എന്ന് പറയുന്നത് അന്തർവാഹിനികളുടെ സാന്നിധ്യമാണ്. ഇവയെ കണ്ടെത്തുക, നശിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷേ അത്തരത്തിൽ ഒരു യുദ്ധക്കപ്പൽ നമ്മളിപ്പോൾ നിർമ്മിച്ചിരിക്കുന്നു. INS മാഹി. അതിൻ്റെ കമ്മീഷനിങ്ങും പൂർത്തിയായി. ഇത് നിർമ്മിച്ചതാകട്ടെ കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച INS മാഹി എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ താരതമ്യേന കണ്ടാൽ ചെറുതൊക്കെയാണ്. പക്ഷേ ടെക്നോളജിയുടെ കാര്യത്തിൽ പുപ്പുലിയാണെന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു യുദ്ധക്കപ്പലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. സമുദ്രത്തിലുള്ള ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കാനായിട്ട് നിമിഷ നേരം കൊണ്ട് അന്തർവാഹിനികളെ നശിപ്പിക്കാനും സാധിക്കും. പ്രത്യേകിച്ച് ആഴം കുറഞ്ഞ സമുദ്ര മേഖലകളിൽ, അതായത് തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ തീര സംരക്ഷണ മേഖലയ്ക്കൊക്കെ തന്നെ കരുത്തേകാനായിട്ട് INS മാഹി ഉപയോഗിക്കാം. ഇവിടെ കേരളക്കാർക്കും വലിയ സന്തോഷമാണ്. കാരണം ഇപ്പോൾ കണ്ണൂരിൻ്റെയും കോഴിക്കോടിൻ്റെയൊക്കെ നടുക്കുള്ള നമുക്ക് പ്രിയപ്പെട്ട ഒരു പ്രദേശം തന്നെയാണ് മാഹി. ആ പേരാണ് ഈ യുദ്ധക്കപ്പലിന് ഇട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കപ്പലിൻ്റെ അടയാളമായിക്കോട്ടെ ഉറുമിയാണ്. ഈ ഉറുമി ചിഹ്നമൊക്കെ വരുമ്പോൾ മൊത്തത്തിൽ ഒരു കേരള ടച്ച് വരുന്നു. അപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ അന്തർവാഹിനികളെ ഒന്ന് സൂക്ഷിച്ചോളൂ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലൻ വരുന്നുണ്ടടാ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഒരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് INS മാഹിയെ ഇപ്പോൾ കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. വെള്ളത്തിലൂടെ എത്തുന്ന ശത്രുക്കളെ നിമിഷ നേരങ്ങളിലൂടെ കണ്ടെത്താനും അങ്ങനെ ആക്രമിച്ച് ഇല്ലാതാക്കാനുമായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ചൈനയുടെ പാകിസ്ഥാൻ്റെയൊക്കെ തന്നെ നാവികസേനയുടെ നീക്കത്തെ നമുക്ക് തകർക്കാൻ കഴിയും. കാരണം സമുദ്രമേഖലയിൽ ചൈനയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ചൈന പാകിസ്ഥാൻ ഇപ്പോൾ ഹങ്കൂർ ഇനത്തിൽപ്പെട്ട ആ ഹങ്കൂർ ക്ലാസ്സിൽപ്പെട്ട നിരവധി അന്തർവാഹിനികൾ നൽകുന്നു. ഇവയുടെയൊക്കെ ഭീഷണി ഉണ്ടാകുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള അന്തർവാഹിനികളെ നശിപ്പിക്കുന്ന കപ്പലുകളെ രംഗത്തിറക്കുകയാണ്. ഇത് മാത്രമല്ല, അർണാല ക്ലാസ് എന്ന് പറയുന്ന കൊൽക്കത്തയിൽ നിർമ്മിച്ച യുദ്ധക്കപ്പലുകൾ നമ്മൾ നീറ്റിലിറക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ അർണാല ക്ലാസും ഒപ്പം INS മാഹിയും കൂടെ വരുന്നതോടുകൂടി നമ്മുടെ നാവികസേനയുടെ ശക്തി ഇരട്ടിയാകുന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കരസേനാ മേധാവിയാണ് നാവികസേനയുടെ ഈ യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിട്ടുള്ള ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇതിൻ്റെ കമ്മീഷനിങ് മുംബൈയിൽ നിർവഹിച്ചു. അദ്ദേഹം പറയുന്നത് കര വ്യോമ നാവികസേനയുടെ സംയുക്ത നീക്കമാണ് ഇനി നടത്തേണ്ടത്. അതായത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇനി ഒരു ഭാഗത്തു നിന്നല്ല, പല ഭാഗങ്ങളിൽ നിന്നായിരിക്കണം. അപ്പോൾ തിയേറ്റർ കമാൻഡ് എന്ന രീതിയിലുള്ള മുന്നേറ്റം നമ്മൾ നടത്തണം. മാത്രമല്ല ഒതുക്കമുള്ളതും ശക്തമായതുമായ ചടുല വേഗത്തിൽ നീങ്ങുന്ന കപ്പലാണെന്ന് അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട്. കൃത്യതയും സഹിഷ്ണുതയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ കപ്പൽ സമുദ്രനിരപ്പിൽ നമുക്ക് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് സഹായകമാകും. അപ്പോൾ കേരളം ഈ പ്രൊഫഷണലിസം കാണിച്ചില്ല. അതായത് കൃത്യസമയത്ത് നിർമ്മിച്ച് ഇത് നീറ്റിറക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഭാരം കുറഞ്ഞ അക്കോസ്റ്റിക് ഹോമിംഗ് ടോർപിഡോകൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. മൾട്ടി റോൾ റോക്കറ്റ് ലോഞ്ചർ ഉണ്ട്. സ്വയം പ്രതിരോധത്തിനായിട്ടുള്ള ഓപ്ഷണൽ റിമോട്ട് കൺട്രോൾ 30 mm ഗണ്ണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മൈൻ ലെയിനിങ്, അതായത് മൈനുകൾ കടലിനടിയിൽ വിതറാനുള്ള സംവിധാനമുണ്ട്. ഡീസൽ പവർ പ്രൊപ്പൽഷൻ ഉണ്ട്. അങ്ങനെ അഡ്വാൻസ്ഡ് ടെക്നോളജി എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള INS മാഹി എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ ഇനിയുള്ള ശത്രു രാജ്യങ്ങളുടെ അന്തർവാഹിനികളുടെ കാലനായിട്ട് മാറുമെന്നാണ് പറഞ്ഞു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ 80% പാർട്സും തദ്ദേശീയമായിട്ടാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആത്മനിർഭർ ഭാരതിൻ്റെ കേരളത്തിൻ്റെ മറ്റൊരു ഉദാത്തമായ ഉദാഹരണമായിട്ട് ഇത് മാറുകയാണ്. കേരളത്തിന് അഭിമാനിക്കാം. കാരണം ആത്മനിർഭർ പദ്ധതിയിലൂടെ കേരളം ഒരുപാട് സംഭാവനകൾ രാജ്യത്തിന് പ്രതിരോധ മേഖലയ്ക്കൊക്കെ സംഭാവന ചെയ്യുകയാണ്.
ഇപ്പം മാഹി ക്ലാസ് യുദ്ധകൽപ്പന രൂപകൽപ്പന ചെയ്തതിൽ, നിർമ്മാണത്തിൽ, സംയോജനത്തിലൊക്കെ തന്നെ കേരളത്തിൻ്റെ ഒരു മികവ് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല കപ്പലിൻ്റെ ചിഹ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ അടയാളം എന്ന് പറയാവുന്ന ഉറുമിയാണ്. കളരിപ്പയറ്റിൻ്റെ വഴക്കമുള്ള വാൾ, അതായത് ചടുലത, കൃത്യത, മാരകമായ ചാരുത എന്നിവയൊക്കെ സംയോജിപ്പിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആധുനിക സംഘർഷം എന്ന് പറയുന്നത് ഒന്നിലധികം മേഖലകളിൽ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള അന്തർവാഹിനികളെ തകർക്കാനുള്ള യുദ്ധക്കപ്പലുകൾ വളരെ സഹായകമാകുമെന്ന് ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മാനുഷിക സഹായം, ദുരന്ത നിവാരണ ദൗത്യം എന്നിവിടങ്ങളിലും ഉഭയജീവി പ്രവർത്തനങ്ങളിലുമൊക്കെ നമ്മുടെ സംയുക്ത സേനകൾ നടത്തുന്ന പ്രവർത്തനം അത് പ്രശംസനീയമാണ്. ആ പ്രവർത്തനത്തിന് കൂടുതൽ മുതൽക്കൂട്ടാകാനായിട്ട് നമ്മുടെ INS മാഹിക്ക് സാധിക്കും. മാത്രമല്ല ദേശീയ സുരക്ഷയുടെ ഒരു തുടർച്ചയാണ് നമ്മൾ ഇത്തരത്തിലുള്ള അന്തർവാഹിനികളുടെ തകർക്കാനുള്ള യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നതിലൂടെ കാഴ്ചവെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 78 മീറ്ററാണ് ഇതിൻ്റെ നീളം, 1100 ടൺ ഭാരമുണ്ട്, 25 ഇഞ്ച് നോട്ടാണ് ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത്, 1800 നോട്ടിക്കൽ മൈൽ പരിധിയാണ്, 14 ദിവസം പ്രവർത്തനക്ഷമത. അതായത് ഇതിൻ്റെ ആഴം കുറഞ്ഞ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ താഴെയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കണ്ണ് വെട്ടിച്ച് ഇത്തരത്തിലുള്ള അന്തർവാഹിനികൾ ഇനി രാജ്യത്തേക്ക് വരില്ല. കാരണം ഇതിനെ നിരീക്ഷിക്കാനായിട്ട് കൃത്യമായ റഡാർ സംവിധാനങ്ങൾ നമ്മൾ ഇതിനോടൊപ്പം ഘടിപ്പിച്ചിട്ടുണ്ട്. മിസൈൽ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള അന്തർവാഹിനികളെ തകർക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ വലിയ യുദ്ധക്കപ്പലുകൾക്ക് ചിലയിടങ്ങളിൽ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാനൊന്നും കഴിയില്ല. ആ മേഖലകളിൽ താരതമ്യേന ചെറുതെന്ന് തോന്നിക്കുകയും എന്നാൽ സാങ്കേതികവിദ്യയിൽ ഒരുപാട് മുമ്പിൽ നിൽക്കുന്നതുമായ INS മാഹിക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ASW ദൗത്യങ്ങൾ, തീരദേശ നിരീക്ഷണം, മൈൻ സ്ഥാപിക്കൽ, അതുപോലെ അണ്ടർ വാട്ടർ നിരീക്ഷണം, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് നടത്താനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള അന്തർവാഹിനിയെ തകർക്കാനുള്ള യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചതോടുകൂടി നമ്മൾ രാജ്യാന്തര തലത്തിൽ നേവിയുടെ പ്രശസ്തി ഉയർത്തിക്കൊണ്ടുവരികയാണ്. കാരണം ലോകത്തെ ഏറ്റവും മികച്ച നേവിയുള്ള രാജ്യങ്ങളിലൊന്നും ഇന്ത്യ തന്നെയാണ്. ഇപ്പോൾ അമേരിക്കയോ ജപ്പാനോ ഓസ്ട്രേലിയയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഇന്ത്യയാണ്. ചൈനയെ പോലും വെല്ലുവിളിക്കാം. ഇപ്പോൾ ചൈന പാകിസ്ഥാന് ചില അന്തർവാഹിനികൾ നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹങ്കൂർ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട അന്തർവാഹിനിയാണ്. ഇവിടെ INS മാഹി എന്ന് പറയുന്നത് 8 അന്തർവാഹിനികളാണ് ആ ക്ലാസ്സിൽ നമ്മൾ നിർമ്മിക്കുന്നത്. ആദ്യത്തെ അന്തർവാഹിനി മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. നേരത്തെ കൊൽക്കത്തയിൽ നിർമ്മിച്ച അർണാലെ ക്ലാസിൻ്റെ 2 അന്തർവാഹിനിയെ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഇനിയും അന്തർവാഹിനികൾ പുറത്തിറങ്ങും എന്ന് പറഞ്ഞാൽ സമുദ്രമേഖലയെ പൂർണ്ണമായിട്ടും നിരീക്ഷിക്കാനും അവിടെ ഉണ്ടാകുന്ന ശത്രുക്കളുടെ സാന്നിധ്യത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും നമ്മുടെ നേവിക്ക് സാധിക്കുമെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും തന്ത്രപ്രധാനമായ തീരദേശ പ്രദേശങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്ന ശത്രുതാപരമായ അന്തർവാഹിനികളെ കണ്ടെത്തി നിർവീര്യമാക്കുക, അതാണ് INS മാഹി എന്ന് പറയുന്ന യുദ്ധക്കപ്പലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ എത്ര താഴ്ന്നു വന്നാലും അല്ലെങ്കിൽ എത്ര ആഴം കുറഞ്ഞ മേഖലയിലായാലും ഈ അന്തർവാഹിനികളെ നമ്മുടെ ടോർപിഡോ മിസൈലുകളൊക്കെ ഉപയോഗിച്ച് തകർക്കാൻ കഴിയും. മാത്രമല്ല നമ്മുടെ റഡാർ സംവിധാനത്തെ വെട്ടിച്ച് കടന്നു പോകാൻ സാധിക്കില്ല. ഏതെങ്കിലും തരത്തിൽ ശത്രു രാജ്യങ്ങളുടെ അന്തർവാഹിനികൾ കണ്ടാൽ വളരെ തന്ത്രപരമായിട്ട് മൈനുകൾ അണ്ടർ വാട്ടർ, അതായത് വെള്ളത്തിനടിയിലൊക്കെ വിതറിക്കൊണ്ട് അവയ്ക്കെതിരെ നശീകരണ പ്രവർത്തനം നടത്താൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഏതാണ്ട് 80% തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ എയർക്രാഫ്റ്റ് അണ്ടർ വാട്ടർ ക്രാഫ്റ്റിന് വലിയ എന്തായാലും രാജ്യത്ത് ഇത് ആദ്യമായി നിർമ്മിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ഉപേന്ദ്ര ദ്വിവേദി തന്നെ പറയുന്നത് കേരളത്തിൽ നിർമ്മിച്ച ഈ യുദ്ധക്കപ്പൽ നമ്മളുടെ പ്രൊഫഷണലിസത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ്. പ്രൊഫഷണലിസത്തിൻ്റെ ഒരു കട്ടോടെ ആൻറ്റി സബ്മറൈൻ മുതൽ എടുക്കാവേ. അതായത് ഇന്ത്യ ആദ്യമായിട്ട് നിർമ്മിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഒരു ഉദാത്ത മാതൃകയാണ്, വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഇതിലൂടെ ശത്രു രാജ്യങ്ങളുടെ അന്തർവാഹിനികളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള സാങ്കേതിക വിദ്യകളെല്ലാം ഉൾപ്പെടുത്തി. അപ്പോൾ 80% തദ്ദേശീയമായി നിർമ്മിച്ച ഒരു അന്തർവാഹിനി കേരളത്തിൻ്റെ പ്രൊഫഷണലിസത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പം ആത്മനിർഭർ ഭാരതിലൂടെ കേരളവും രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന് ഉദാത്തമായ സംഭാവനകൾ നൽകുന്നു എന്നാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇതാ നിൻ്റെയൊക്കെ കാലൻ വരുന്നുണ്ട്, ഓടിക്കോട എന്ന് പറയുന്നതിന് തുല്യമായ
ഒരു പ്രസ്താവന നടത്തുന്ന രീതിയിലാണ് INS മാഹി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലൻ വരുന്നുണ്ടടാ എന്ന് പറഞ്ഞിട്ട് INS മാഹിയെ നമ്മളിപ്പോൾ നീറ്റിലിറക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.